ഹായ് മക്കളെ, അപ്പോൾ നമുക്ക് ഓൾറെഡി മോഡൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്നാലും വെയിറ്റേജ് അനുസരിച്ച് നമുക്കൊന്നും കൂടി ഒന്ന് നോക്കിയാലോ. +2 കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സും 10 ചാപ്റ്ററുകളാണ് വരുന്നത്. ഈ ചാപ്റ്ററുകളുടെ സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന മാർക്കുകൾ അനുസരിച്ച് ഒന്ന് നോക്കാം. ഇതേടാ, നമുക്കപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളുമായിട്ട് നോക്കാം. 10 ചാപ്റ്ററുകളാണ് വരുന്നത്. ഈ 10 ചാപ്റ്ററുകളെയും നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സാമിന് ക്വസ്റ്റ്യനുകളുടെ സ്കോർ അനുസരിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇത്രയും മാർക്കുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് ഇതിൻ്റെ നിയർ ടു ദാറ്റ് ആണ് വന്നത്. അപ്പോൾ എന്തായാലും നോക്കിയേക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഒരു വെയിറ്റേജ് അറിഞ്ഞിരിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാം പഠിച്ച് തീർന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ ചില ചാപ്റ്ററുകൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. ചില ആൾക്കാർ ഫുള്ളായിട്ട് പഠിക്കില്ല, ആദ്യത്തെ 5 ചാപ്റ്ററുകൾ പഠിച്ചിട്ട് ഓർഗാനിക് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും, കാരണം ഓർഗാനിക് കിട്ടുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ ഓർഗാനിക് മാത്രം പഠിക്കും, ബാക്കിയുള്ള ചാപ്റ്ററുകൾ സ്കിപ്പ് ചെയ്യും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു മാർക്കിലോട്ട് നിങ്ങൾക്ക് ഒരിക്കലും ടാർഗറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് തന്നെ പഠിക്കുക. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും എത്ര മാർക്ക് വെച്ച് എക്സാമിന് ഉണ്ടാകും എന്നുള്ള അറിഞ്ഞിരുന്നാൽ അതനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതോടെ നോക്കിക്കോ. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കാരണം 10 മാർക്കിനാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്നും വെയിറ്റേജ് ഇടുന്നത്. അതായത് അത്രയും മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ വരുന്നതാണ് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഓർഗാനിക് ആണ്. ചില ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത് പഠിച്ചെടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഓർഗാനിക്കിൽ ഈ ഒരു ചാപ്റ്ററിലെ തിയറി പോലെ നെയിം റിയാക്ഷൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാക്കിയുള്ള ജനറൽ ഇക്വേഷൻസിനേക്കാളും. കാരണം അതിലാണ് കൂടുതൽ മാർക്കുകൾ വരുന്നത്, നെയിം റിയാക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷൻ പോലുള്ള ടോപ്പിക്കുകളിൽ. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടതാണ് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ 3 ചാപ്റ്റേഴ്സ്. ദാറ്റ് ഈസ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നതാണ്. ദാറ്റ് ഈസ് നമ്മുടെ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കെമിക്കൽ. ഏകദേശം 8ഉം 9ഉം മാർക്കിനാണ് ഇപ്രാവശ്യം മോഡൽ എക്സാമിന് സൊല്യൂഷൻസിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ മാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മാർക്കിനോളം നമുക്ക് സൊല്യൂഷൻസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പ്രോബ്ലം ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയും കെമിക്കൽ കൈനറ്റിക്സ്, ഇതിൽ തന്നെ കെമിക്കൽ കൈനറ്റിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം പഠിക്കാൻ വളരെ കുറവും എന്നാൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുമാണ് കെമിക്കൽ കൈനറ്റിക്സ്. വേറെ സൊല്യൂഷൻസിലും ഇലക്ട്രോ കെമിസ്ട്രിയിലും കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പ്രോബ്ലംസും ചെയ്യാനുണ്ട്. ബട്ട് വേറെ കെമിക്കൽ കൈനറ്റിക്സ് കുറച്ചും കൂടി ഈസിയറാണ് നിങ്ങൾക്ക് പഠിക്കാൻ. ആ സമയത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. 9 മാർക്കോളമാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഇനി നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാലാണ് നമ്മുടെ എന്തിലോട്ട് പോകേണ്ടത്, ബാക്കിയുള്ള ഓർഗാനിക് ചാപ്റ്റേഴ്സ്, അതായത് ആൽക്കഹോൾ ഫിനോളിൻ്റെയും അരീൻസിൻ്റെ ഹാലോ അരീൻസിൻ്റെയും ചാപ്റ്ററുകളിലോട്ട് പോകാം. ഹാലോ അരീൻസും DNF-നൊക്കെ സിമിലർ ആയിട്ടുള്ള ഇതാണ് വരുന്നത്, പോർഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് നോക്കിയേക്കാം. ഇനി ഇതിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിക്കിൻ്റെ ചാപ്റ്ററാണ്, വളരെ ചെറുതാണ്, അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് വളരെ ചെറിയ ചാപ്റ്ററാണ്. പക്ഷേ നിങ്ങൾക്ക് ഇനി പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ 5 മാർക്കിലാണ് ചോദിക്കുന്നത്. ആ 5 മാർക്കിനും നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഓർഗാനിക് എളുപ്പമാണെങ്കിൽ എന്തായാലും അത് പഠിച്ചിട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ബട്ട് ബുദ്ധിമുട്ടാണ്, ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് അമീൻസ് എന്ന് പറയുന്നത്. സെയിം ബയോമോളിക്യൂൾസ്, അതായത് കുറച്ചധികം തിയറീസ് ഉണ്ട്, തിയറി മാത്രമേ അതിലുള്ളൂ. അപ്പോൾ അത് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ബട്ട് സ്റ്റിൽ കുറച്ച് മാർക്കേ ഉള്ളൂ, വെയിറ്റേജ് കുറവുള്ള ചാപ്റ്ററാണ്. എന്നാൽ ഓർഗാനിക്കിൽ വരുന്ന ആൽക്കഹോൾ ഫിനോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിനോളം ചോദ്യങ്ങൾ വരും. അപ്പോൾ ഹാലോ അരൈൻസും ഹാലോ ആൽക്കൈൻസിനും 7 മാർക്കോളം വരുന്നതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന 3 ചാപ്റ്ററുകളാണ്. ഒന്ന് DNF ബ്ലോക്ക് എലമെൻറ്റ്സ്, അമീൻസ്, ബയോമോളിക്യൂൾസ്. ബാക്കിയുള്ളതിലെല്ലാത്തിനും അത്യാവശ്യം നല്ലോണം തന്നെ വെയിറ്റേജ് ഉണ്ട്, കൃത്യമായിട്ട് തന്നെ നോക്കിക്കോളണം, ഇക്വേഷൻസ് അടക്കം. അപ്പോൾ ഇതിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള 2 ചാപ്റ്ററുകളുണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആൻഡ് കെമിക്കൽ കൈനറ്റിക്സ്. ഇത് രണ്ടും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മെജോറിറ്റി നിങ്ങൾ ഈ പറഞ്ഞ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 50% എബവ് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു 30ൻ്റെ എബവ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെസ് പ്രയോറിറ്റി ആണ് കമ്പയർ ടു അതേഴ്സ്, ആ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിനനുസരിച്ച്. അപ്പോൾ എന്തായാലും വെയിറ്റേജ് കൂടിയ കെമിക്കൽ കൈനറ്റിക്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ആൽഡിഹൈഡ്സ്, ദെൻ ആൽക്കഹോൾസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററുകൾ എന്തായാലും നോക്കുക. ആൻഡ് സൊല്യൂഷൻസ് ഓൾസോ. ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചെത്തുന്നതനുസരിച്ച് തന്നെ നോക്കിയേക്കാം, കൃത്യമായിട്ട് പഠിക്കുക. ബട്ട് സ്റ്റിൽ ഇൻ കേസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ചില ചാപ്റ്ററുകൾ പഠിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 9ാമത്തെയും 10ാമത്തെയും ചാപ്റ്ററുകളും അതുപോലെ 4ാമത്തെ ചാപ്റ്ററും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ള ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും പഠിച്ചിട്ട് പോവാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനൊരു ഐഡിയ വെച്ചിട്ട് വേണം നോക്കാനായിട്ട്. അല്ലാതെ വെറുതെ പകുതിക്ക് വെച്ച് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കിലോട്ട് എത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കുക, കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ.